ഇന്നിപ്പോൾ മർക്കസ് നോളജ് സിറ്റിയിൽ കേരളത്തിലെ ആദ്യത്തെ യുനാനി മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ 50 മെഡിക്കൽ കോളേജുണ്ട്. എന്തിനാണ് മുസ്ലിയാരെ നിങ്ങൾക്ക് മെഡിക്കൽ കോളേജ് തുടങ്ങേണ്ട ആവശ്യം? നിങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് എന്താണ് പറഞ്ഞിരുന്നത്? അബ്ദുസത്താർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കണ്ണൂരിൽ കിഡ്നി രോഗമായിട്ട് ഒരു ദിവസം 3 ഡയാലിസിസ് ഒന്നിച്ച് ചെയ്യേണ്ടി വന്നതാണ്. ഇനി ചെയ്യണ്ട. മാറാത്ത രോഗികൾ അവിടെ വന്ന് ചികിത്സിച്ച് മാറിപ്പോകുന്നു. മരിച്ച മനുഷ്യനെ എഴുന്നേൽപ്പിച്ചത് ഞാൻ കണ്ടു. അതെങ്ങനെ മുസ്ലിയാരെ മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നത്? റൂഹ് മാത്രം ബാക്കിയുണ്ട്, ബാക്കിയൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. റൂഹ് പോയിട്ടില്ലെങ്കിൽ എങ്ങനെ മുസ്ലിയാരെ ഒരു മനുഷ്യൻ മരിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ കളവ് പ്രചരിപ്പിക്കുന്നത്? ഹോസ്പിറ്റലിൽ ഈ അലോപ്പതി മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി വെന്റിലേറ്ററിലിട്ടു. ഡോക്ടർമാർ പറഞ്ഞു 2 ദിവസമേ നിൽക്കുള്ളൂ. അങ്ങനെ യുനാനി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചികിത്സിച്ചു. 1 മാസമായപ്പോൾ മെല്ലെ കയ്യും കാലൊക്കെ അനക്കാൻ തുടങ്ങി. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ. AP അബൂബക്കർ മുസ്ലിയാർ ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞാൽ കാര്യങ്ങൾ സ്മൂത്തായി നടക്കുമായിരുന്നല്ലോ. 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അയാൾ ഇങ്ങനെ കോണി കയറി പോകുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. 3 വേണ്ട 1 വേണ്ട എന്ന് പറഞ്ഞവർ ഇപ്പോൾ യുനാനി സെന്റർ തുടങ്ങി നടക്കുകയാണ്. ഹോസ്പിറ്റലിൽ ഈ അലോപ്പതി മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി വെന്റിലേറ്ററിലിട്ടു. ഡോക്ടർമാർ പറഞ്ഞു 2 ദിവസമേ നിൽക്കുള്ളൂ. അങ്ങനെ യുനാനി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചികിത്സിച്ചു. 1 മാസമായപ്പോൾ മെല്ലെ കയ്യും കാലൊക്കെ അനക്കാൻ തുടങ്ങി. 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അയാൾ ഇങ്ങനെ കോണി കയറി പോകുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. 3 വേണ്ട 1 വേണ്ട എന്ന് പറഞ്ഞ നിങ്ങൾ എന്തുകൊണ്ട് യുനാനി സെന്ററുകൾ പടുത്തുയർത്തുന്നു? നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയല്ലാതെ മറ്റെന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇനി ചെയ്യണ്ട. ആമീൻ. അല്ലാഹു തആല അദ്ദേഹത്തിന് ശിഫയാക്കി കൊടുക്കണം. 3 വേണ്ട 1 വേണ്ട. 3 വേണ്ട 1 വേണ്ട. 3 വേണ്ട 1 വേണ്ട. വേണ്ടാതെ നമ്മൾ പറഞ്ഞാൽ ഡോക്ടർ. വേണ്ടാതെ നമ്മൾ പറഞ്ഞാൽ ഡോക്ടർ. അൽഹംദുലില്ലാഹ്.